സംസ്ഥാനത്തെ അധ്യാപക തസ്തിക നിർണയം വൈകുന്നു എന്ന വാർത്തയാണ് കോഴിക്കോട് നിന്നുള്ള പ്രധാന വാർത്ത. ഒക്ടോബറിൽ പൂർത്തിയാക്കേണ്ട തസ്തിക നിർണയം വൈകുന്നതിനാൽ ആയിരക്കണക്കിന് അധ്യാപക തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. നിയമനം നടക്കാത്തതിനാൽ PSC റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ഉദ്യോഗാർത്ഥികളും വലിയ ആശങ്കയിലാണ്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കരിന്തളം കോളേജിലെ വ്യാജരേഖ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു എന്നതാണ്. കേസിലെ SFI മുൻ നേതാവ് K വിദ്യ മാത്രമാണ് പ്രതിയെന്നും കണ്ടെത്തൽ വിവരങ്ങളുമായി ദിഷ്ന സുരേഷ് ചേരുകയാണ്. ദിഷ്ന, ഗുഡ് മോർണിംഗ്. പ്രധാനമായും സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് മലബാറിൽ നിന്നുമുള്ളത്. ഒന്ന്, ഈ നിയമനം വൈകുന്നതിനാൽ, അധ്യാപക നിയമനം വൈകുന്നതിനാൽ ഉദ്യോഗാർത്ഥികൾ ആശങ്കയിലാണ്. ഒപ്പം സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിലെ അധ്യയനം തന്നെ തടസ്സപ്പെടുന്ന അല്ലെങ്കിൽ അതിനെപ്പോലും പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്കാണ് ഈ ധനവകുപ്പിൻ്റെ അടക്കം സംസ്ഥാന സർക്കാരിൻ്റെ അടക്കം ഇടപെടൽ അല്ലെങ്കിൽ അനാസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ആദ്യം കിടക്കാം നമുക്ക്. KP, ഗുഡ് മോർണിംഗ്. KP സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പല പദ്ധതികളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ താളം തെറ്റുന്ന ഒരവസ്ഥയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും ജനൻ TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ CPO ആളുകളുടെ സിവിൽ പോലീസ് ഓഫീസേഴ്സിന്റെ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ അടക്കം പ്രതിഷേധം നടത്തിയത് വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു വാർത്തയാണ്. ഇത്തരത്തിൽ പരീക്ഷ എഴുതി ജോലി ലഭിക്കാത്ത നിരവധി ഉദ്യോഗാർത്ഥികൾ പുറത്തു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. PSC ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ പോലും ആനുകൂല്യങ്ങൾ ലഭ്യമാവാതെ സമരം നടത്തേണ്ട ിനുള്ളിൽ അധ്യാപക തസ്തിക നിർണയം പൂർത്തീകരിക്കേണ്ടതാണ്. എന്നാൽ ഇതുവരെയും അധ്യാപക തസ്തിക നിർണയം പൂർത്തിയായിട്ടില്ല എന്നതാണ് ഒരു വസ്തുത. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നിരവധി ഉദ്യോഗാർത്ഥികൾ ഈ ജോലിയും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ അധ്യാപക തസ്തിക നിർണയം പൂർത്തീകരിച്ചില്ല എങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നൊരു കാര്യം തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ നിലവിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടാവുന്ന ഒരു വിശദീകരണം. KP, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ജൂൺ, അതായത് പുതിയ അധ്യയന വർഷത്തിൽ എത്ര കുട്ടികൾ ഉണ്ടോ ആ കുട്ടികളുടെ അനുപാതത്തിനനുസരിച്ചാണ് പുതിയ അധ്യാപക തസ്തിക നിർണയം നടത്തുന്നത്. തുടർന്ന് ഈ അധ്യാപക തസ്തിക നിർണയം കുട്ടികൾ കുറവുള്ള സ്കൂളുകളിൽ ചുരുക്കലുമാണ് പതിവുള്ളത്. പക്ഷേ ഇപ്പോൾ വെട്ടിച്ചുരുക്കലുകൾ മാത്രമാണ് നടക്കുന്നത്. കൂടുതൽ തസ്തിക നിർണയം നടക്കുന്നില്ല, കൂടുതൽ തസ്തികകളിൽ ആളുകളെ ഉൾപ്പെടുത്തുന്നില്ല തുടങ്ങിയ ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ജൂൺ മാസത്തിലെ 6ാമത്തെ പ്രവൃത്തി ദിവസമാണ്. ഈ വിദ്യാർത്ഥികൾ എത്ര ഉണ്ട് എന്ന് നോക്കുകയും അതിനനുസരിച്ച് തസ്തിക നിർണ്ണയിക്കുകയും ചെയ്യുക. വിദ്യാർത്ഥികൾ കുറവുള്ള സർക്കാർ വിദ്യാലയങ്ങളിലെ അധ്യാപക തസ്തിക വെട്ടിക്കുറയ്ക്കുകയും സാധാരണ മറ്റ് കൂടുതൽ വിദ്യാർത്ഥികളുള്ള സ്കൂളുകളിലേക്ക് അധ്യാപകരെ നിയമിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ വെട്ടിക്കുറക്കുന്നു എന്നത് യാഥാർത്ഥ്യം. പക്ഷേ പുതിയ നിയമനം ഉണ്ടാകുന്നില്ല. അതുതന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൈസിസിലേക്ക് അല്ലെങ്കിൽ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെ എത്തിച്ചതല്ലേ. ഇവിടെ തസ്തിക നിർണയം നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് കാരണം എന്ന് തന്നെയാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നു. ധനവകുപ്പാണോ ഇതിന് തടസ്സം നിൽക്കുന്നത്? തീർച്ചയായും KP, നമ്മൾക്ക് അധികൃതരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന ഒരു വിശദീകരണം അനുസരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഈ പട്ടികയ്ക്ക് അല്ലെങ്കിൽ നിയമനം അനുസരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഈ പട്ടികയ്ക്ക് അല്ലെങ്കിൽ നിയമനത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. എന്നാൽ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അംഗീകാരം ലഭ്യമായിട്ടില്ല എന്നൊരു വിശദീകരണമാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാവുന്നത്. ഇതിൽ പ്രധാനമായും നിരവധി ഉദ്യോഗാർത്ഥികൾ ഈ തസ്തിക നിർണയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി ഉടൻ രംഗത്തെത്തുകയാണ്. ഇതിൽ അവർ ഏറ്റവും എടുത്തു പറയേണ്ടത് കാലങ്ങളായി, അതായത് വർഷങ്ങളായുള്ള അവരുടെ കാത്തിരിപ്പാണ് പഠിച്ച് ഒരു ജോലി എന്നത്. എന്നാൽ ആ ജോലി ലഭ്യമാവാത്തത് വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ പഠിച്ച് ജോലി നേടണമെന്നൊരു സ്വപ്നമാണ് ഇവിടെ ഇല്ലാതാവുന്നത്. ഇതിൽ പ്രധാനമായും നൽകുന്ന വിശദീകരണം വിദ്യാഭ്യാസ വകുപ്പ് പട്ടിക
പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിലും ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഈ പട്ടികയ്ക്ക് യാതൊരു തരത്തിലുള്ള അംഗീകാരവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അധ്യാപക തസ്തിക നിർണയം വൈകുന്നത് എന്നൊരു കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അധ്യാപക തസ്തിക നിർണയത്തിൽ വെട്ടിച്ചുരുക്കലുകളുണ്ട്. എന്നാൽ അധ്യാപക തസ്തിക നിർണയം നടക്കുന്നില്ല. നിരവധി ഉദ്യോഗാർത്ഥികൾ ഈ ജോലിയും പ്രതീക്ഷിച്ച് ഇപ്പോഴും പുറത്തു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. KP